ഇന്ന് നമുക്ക് നല്ലൊരു മീൻ പൊള്ളിച്ചത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എങ്കിൽ പോലും ഭയങ്കര ടേസ്റ്റുമാണ്. ഈ മീൻ പൊള്ളിച്ചത് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ഏത് മീനും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ 2 മീൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്തു ഇതുപോലെ വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ മീൻ എങ്ങനെയാണോ മസാല പുരട്ടുന്നത് അതേപോലെ തന്നെയാണ്. ഈ വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, അല്പം ഉപ്പും ഒരു നാരങ്ങയുടെ ജ്യൂസും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ഇത് മീനിലെല്ലാം പിടിക്കുന്ന രീതിക്ക് യോജിപ്പിച്ച് നമുക്ക് ഒരു അരമണിക്കൂറിന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമ്മൾ എങ്ങനെയാണോ മീൻ വറുക്കുന്നത് അതേപോലെ ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അകവും പുറവും എല്ലാം നല്ല രീതിക്ക് ഇത് വെന്ത് കിട്ടുന്നതിനായിട്ട് ചെറു തീയിലിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ മീൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ അല്പം കൂടെ എണ്ണ ചേർത്ത് കൊടുത്ത് പെരിഞ്ജീരകവും പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറേ ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനിനനുസരിച്ചിട്ടുള്ള ഉള്ളി നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഉള്ളി നല്ലതുപോലെ വഴണ്ടി വരുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വീണ്ടും നമ്മൾ നേരത്തെ എടുത്ത അതേ പൊടികൾ തന്നെ വീണ്ടും ചേർത്ത് കൊടുക്കാം. വീണ്ടും അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഇതിലേക്ക് അല്പം ഗരം മസാലയാണ് ഇപ്പോൾ ചേർക്കുന്നത്. കുരുമുളകിൻ്റെ പൊടി നമുക്ക് പിന്നീട് ചേർത്താൽ മതി. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കിതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഈ മസാലയെല്ലാം ഒന്ന് സൈഡിലോട്ട് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടപ്പടച്ച് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. 1 മിനിറ്റോളം സമയം ഒന്ന് വെന്ത് കിട്ടിയതിന് ശേഷം മൂടി തുറന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ സ്പൂൺ നോക്കിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അല്പം പുളിവെള്ളം ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അവസാനമായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ നല്ല കട്ടി തേങ്ങയുടെ പാലെടുത്ത് അത് ലാസ്റ്റ് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയെല്ലാം നല്ല രീതിക്കൊന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട് നമുക്കൊന്ന് അല്പസമയം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് സമയം ചെറു തീയിലിട്ടൊന്ന് വെന്തതിന് ശേഷം മൂടി തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ മസാല എല്ലാം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു വാഴയില എടുക്കാം. അതിലേക്ക് പകുതി മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മീനിൻ്റെ പുറത്ത് ബാക്കിയുള്ള മസാലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഇതൊന്ന് പൊതിഞ്ഞ് വയ്ക്കാം. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയ ഒരു വാഴയിലയായിരുന്നു. പക്ഷേ എനിക്കതെല്ലാം കീറിയ ഒരു വാഴയിലയായിരുന്നു കിട്ടിയത്. അത് കാരണം എനിക്ക് നല്ല രീതിക്ക് ഇത് കവർ ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിലും ഓക്കെ ഉള്ള രീതിക്ക് ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തു. എല്ലാം കവർ ചെയ്തെടുത്തു. ഇടയ്ക്കൊക്കെ പൊട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചും നല്ല രീതിക്ക് ഇതൊന്ന് പൊള്ളിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടാണ് ഈ മീൻ പൊള്ളിച്ചത് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മീൻ പൊള്ളിച്ചതാണ്. പലപ്പോഴും ഞാനിവിടെ ഉണ്ടാക്കുന്നതാണ്. ഏത് മീനിലും നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. ഇത് ഞാനിവിടെ സിലോപ്പി മീനിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഏത് മീനും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ സിമ്പിളായിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റുമാണ്.